ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വിഷം വമിപ്പിക്കുന്ന ഫാക്ടറിയാണ് RSS ആലയങ്ങൾ. ആ RSS ആലയങ്ങളിൽ പ്രവർത്തിക്കുന്ന RSSന്റെ സന്തത സഹചാരിയും കേസരി പത്രത്തിന്റെ പത്രാധിപനുമായിട്ടുള്ള ഒരു മൊണ്ണയുടെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കിയാലോ. ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത്. അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത്. ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട്. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന് പേര്. കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായത്. ഈ ആക്രാന്തം മൂത്ത് ഭണ്ഡാരമടങ്ങാൻ ഇത് പോയി തിന്നു ചാടുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്. അപ്പൊ ഈ ഷൊണ്ണ പറഞ്ഞു വരുന്നത് ഇവിടെ ഒരു ഷവർമ്മ ജിഹാദാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഷവർമ്മ കഴിച്ചിട്ട് മരിച്ചു വീഴുന്നത് വെറും ഹിന്ദുക്കളാണ്. ഇവിടുത്തെ ക്രൈസ്തവനോ മുസൽമാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോ മരിക്കുന്നില്ല, മുഴുവൻ മരിക്കുന്നത് ഹിന്ദുക്കളാണ്. അപ്പൊ ഇവിടെ നടക്കുന്നത് ഒരു ഷവർമ്മ ജിഹാദാണ്. എന്ത് മലരാടാ പൊട്ട മൊണ്ണ ഷൊണ്ണ നീ പറയുന്നത്? ഇതുപോലെയുള്ള വർഗീയത വിളിച്ചു പറയാനല്ലാതെ ഈ നാടിനും ഈ രാജ്യത്തിനും എന്തെങ്കിലും ഗുണകരമായിട്ടുള്ള ഒരു വാക്ക് ആ വായിൽ നിന്നൊക്കെ വരുമോ? മതത്തിന്റെ പേരിലും ഭക്ഷണത്തിന്റെ പേരിലും ഭാഷയുടെ പേരിലും വസ്ത്രത്തിന്റെ പേരിലുമെല്ലാം മനുഷ്യരെ തമ്മിലടിപ്പിച്ചുകൊണ്ട് പാർട്ടി വളർത്താൻ നോക്കുന്ന നിന്നെ പോലെയുള്ള ഷൊണ്ണകളാണോ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശാപം? ഇതൊക്കെ കേൾക്കുന്ന നിന്റെ വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. അവിടെ പുറത്തിറങ്ങി നടക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികൾ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ എത്ര നാണക്കേടാണെന്നറിയോ ഷൊണ്ണ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത് കേരളമാണ് ഷൊണ്ണ. നീ പറയുന്ന അല്ലെങ്കിൽ നിന്റെ വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ടാകാം നല്ല ഭക്ഷണം കഴിക്കാതെ, വായക്ക് രുചിയുള്ള നല്ല ഭക്ഷണം കഴിക്കാതെ ചാണകം കഴിച്ച് ഗോമൂത്രം കുടിച്ച് ജീവിക്കുന്നവർ. എന്നാൽ പിന്നെ അവരോട് സ്വകാര്യമായിട്ട് പറയൂ, ഇതൊന്നും പബ്ലിക്കിന്റെ ഇടയിൽ വന്ന് പറയല്ലേ ഷൊണ്ണേ. ഇതൊക്കെ മലയാളികളായിട്ടുള്ള ആളുകൾ കേൾക്കുമ്പോൾ വളരെ പുച്ഛത്തോടെ അവജ്ഞയോടെ തള്ളിക്കളയും. അല്ലാതെ ഇതൊക്കെ അംഗീകരിക്കാൻ ഇവിടെയുള്ള എല്ലാ ജനങ്ങളും സംഘികളല്ല. ഇവിടെ വളരെ സൗഹൃദപരമായിട്ട് ഹൈന്ദവനാവട്ടെ ക്രൈസ്തവനാവട്ടെ മുസൽമാനാവട്ടെ വളരെ രുചിയുള്ള ഭക്ഷണം എവിടെ കിട്ടുന്നു അവിടെ പോകും. അവിടെ മതം നോക്കാറില്ല. അവിടെ മതം നോക്കിയിട്ടൊന്നല്ല ഇവിടെയുള്ള ജനങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. നല്ല രുചിയുള്ള ഭക്ഷണം എവിടെ നിന്ന് കിട്ടുന്നോ അവിടെ കയറി കഴിക്കും. മുസ്ലിങ്ങൾ പോയിട്ട് ഹൈന്ദവന്റെ കടയിൽ നിന്ന് കഴിക്കും, ഹൈന്ദവൻ വന്ന് മുസൽമാന്റെ കടയിൽ നിന്ന് കഴിക്കും, ക്രൈസ്തവന്റെ കടയിൽ നിന്ന് കഴിക്കും. അങ്ങനെ ഇവിടെ മതം നോക്കിയിട്ടൊന്നും ആരും ഭക്ഷണം വിളമ്പുന്നില്ല, ആരും ഭക്ഷണം കഴിക്കുന്നില്ല. മതം നോക്കിയിട്ട് ആരെങ്കിലും ഭക്ഷണം വിളമ്പുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യുന്നത് നിന്നെപ്പോലെയുള്ള സംഘികളായിട്ടുള്ള സംഘപരിവാർ ശക്തികളാണ്. പോയി ചത്തൂടണം മൊണ്ണെ നാണെന്നൊക്കെ